Good morning, students. Welcome to the video. നമ്മൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ, അതായത് ഇപ്പോൾ ഒരു മാർക്കിന്റെ 4 ക്വസ്റ്റ്യൻ കാണും. അപ്പോൾ അത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ കുറച്ച് അതൊന്ന് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമാണ്. അതിനുവേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റിപ്പിൾ ഫാക്ടർ ഓഫ് ബ്രിഡ്ജ് റെക്ടിഫയർ. നമുക്കറിയാം, ഹാഫ് വേവ് റെക്ടിഫയറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബ്രിഡ്ജിന്റെ റിപ്പിൾ ഫാക്ടർ കുറവാണ്. അപ്പോൾ ബ്രിഡ്ജിന്റെ റിപ്പിൾ ഫാക്ടർ എന്ന് പറയുന്നത് 0.406 ആണോ, 0.812 ആണോ, 0.48 ആണോ, 1.11 ആണോ? തീർച്ചയായും ബ്രിഡ്ജ് റെക്ടിഫയറിന്റെ റിപ്പിൾ ഫാക്ടർ 0.48 ആണ്. ഇനി അടുത്തത്, maximum efficiency of full wave rectifier. Full wave rectifier efficiency 81.2% ആണ്. ഹാഫ് വേവിന്റെ 40.6 ആണ്. ഹാഫ് വേവിന്റെ 40.6%, ഫുൾ വേവിന്റെ 81.2% ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വാല്യൂ ഓഫ് റിപ്പിൾ ഫാക്ടർ ഈസ് ഓൾവേസ്. റിപ്പിൾ ഫാക്ടറിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഹാഫ് വേവ് ആണെങ്കിൽ 1.21, ഫുൾ വേവ് ആണെങ്കിൽ 0.48. Answer is C. Value of ripple factor is always either 0.48 or 1.21. Depends on rectifier. റിപ്പിൾ ഫാക്ടറിന്റെ വാല്യൂ എപ്പോഴും ഒന്നുകിൽ 0.48 അല്ലെങ്കിൽ 1.21 ആയിരിക്കും. ഡിപ്പെൻസ് ഓൺ റെക്ടിഫയർ. ട്രാൻസിസ്റ്റർ കോൺഫിഗറേഷൻ വിച്ച് കനോട്ട് ബി യൂസ്ഡ് ഫോർ ആംപ്ലിഫിക്കേഷൻ. ആംപ്ലിഫിക്കേഷൻ ഉപയോഗിക്കാത്ത ട്രാൻസിസ്റ്റർ കോൺഫിഗറേഷൻ ഏതാണ്? അതായത് ആംപ്ലിഫിക്കേഷന് ഉപയോഗിക്കാത്ത ട്രാൻസിസ്റ്റർ കോൺഫിഗറേഷൻ ഏതാണ്? നമുക്കറിയാം, ട്രാൻസിസ്റ്റർ കോൺഫിഗറേഷൻ കോമൺ എമിറ്റർ ഉണ്ട്, കോമൺ ബേസ് ഉണ്ട്, കോമൺ കളക്ടർ ഉണ്ട്. കോമൺ എമിറ്റർ, കോമൺ ബേസ്, കോമൺ കളക്ടർ. ഇതിനകത്ത് കോമൺ കളക്ടറിന്റെ വോൾട്ടേജ് ഗെയിൻ ലെസ് ദാൻ 1 ആണ്. കോമൺ കളക്ടറിന്റെ വോൾട്ടേജ് ഗെയിൻ ലെസ് ദാൻ 1 ആണ്. അതായത് ഇൻപുട്ടിൽ 1 വോൾട്ട് കൊടുത്ത ഔട്ട്പുട്ടിൽ 1 കിട്ടത്തില്ല, തികച്ചു കിട്ടത്തില്ല. അതുകൊണ്ട് ആംപ്ലിഫിക്കേഷൻ ഉപയോഗിക്കാത്ത ട്രാൻസിസ്റ്റർ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് കോമൺ കളക്ടർ ആയിരിക്കും. ആൻസർ കോമൺ കളക്ടർ. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. Which transistor configuration is used for amplification? A. Common emitter. B. Common base. C. Common collector. D. Any of this. ഏറ്റവും കൂടുതൽ ആംപ്ലിഫിക്കേഷൻ ഉപയോഗിക്കുന്ന കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ കോമൺ എമിറ്റർ ആണ്. കോമൺ കളക്ടർ ഉപയോഗിക്കത്തില്ല, കാരണം ഗെയിൻ 1 കുറവാണ്. അപ്പോൾ കോമൺ എമിറ്റർ ആണ് സാധാരണഗതിയിൽ ആംപ്ലിഫിക്കേഷൻ യൂസ് ചെയ്യുന്നത്. കോമൺ എമിറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ, transistor biasing method which helps to avoid thermal runaway. A fixed bias, the collector to base bias,
C. Emitter to base bias. D. Voltage divider. Voltage divider biasing. ഓക്കെ, അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ബയസിങ് വോൾട്ടേജ് ഡിവൈഡർ ആണ്. ഓക്കെ, വോൾട്ടേജ് ഡിവൈഡറിന്റെ ഫിഗർ വരയ്ക്കാൻ ചോദിക്കും. അപ്പോൾ നിങ്ങൾ സാധാരണഗതിയിൽ ഒരു തെറ്റായിട്ട് അത് വരയ്ക്കാറുണ്ട്. കാരണം ഇൻപുട്ട് കപ്പാസിറ്റർ ഔട്ട്പുട്ട് കപ്പാസിറ്റർ യൂസ് ചെയ്യരുത്. അപ്പോൾ ഈ തെർമൽ റൺഅവേ പ്രിവെന്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ബയസിങ് തീർച്ചയായിട്ടും വോൾട്ടേജ് ഡിവൈഡർ ബയസിങ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, when voltage divider bias circuit is used, when voltage divider bias circuit is used. A. Operating point depends on current gain. B. Operating point shifts towards saturation region. C. Operating point independent of transistor parameters. D. None of this. ഈ വോൾട്ടേജ് ഡിവൈഡർ ബയസിംഗ് സാധാരണഗതിയിൽ യൂസ് ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് പോയിന്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ട്രാൻസിസ്റ്റർ പാരാമീറ്റേഴ്സ്. അതിന്റെ ഒരു അഡ്വാൻറ്റേജും അതാണ്. ഈ വോൾട്ടേജ് ഡിവൈഡർ ബയസിംഗിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നതും ഓപ്പറേറ്റിംഗ് പോയിന്റ്, അതായത് ക്യൂ പോയിന്റ് അഥവാ ക്വസൻ പോയിന്റ്, ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ട്രാൻസിസ്റ്റർ പാരാമീറ്റേഴ്സ്. അപ്പോൾ ആൻസർ സി. അടുത്ത ക്വസ്റ്റ്യൻ, when both of inputs are low, output will be high for dash gate. A or B NAND, C XOR, D AND. ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇൻപുട്സ് ലോയാണ്, രണ്ട് ഇൻപുട്ടിൽ ലോയാണ്. അതായത് രണ്ട് ഇൻപുട്ടും 0 കൊടുക്കുമ്പോൾ ഔട്ട്പുട്ടിൽ 1 വരുന്നത് ഏതാണ്? നമുക്കറിയാം നാൻഡിന്റെ കേസിൽ നാൻഡ് ആൻഡിന്റെ കോംപ്ലിമെന്റാ. ആൻഡിൽ 0 കൊടുത്ത ഔട്ട്പുട്ടിൽ 0 വരും.
നാൻഡിൽ രണ്ട് ഇൻപുട്ടും 0 കൊടുത്ത ഔട്ട്പുട്ടിൽ 1 വരും. അപ്പോൾ രണ്ട് ഇൻപുട്ടും ലോ കൊടുക്കുമ്പോൾ ഔട്ട്പുട്ടിൽ ഹൈ വരുന്ന ഗേറ്റ് നാൻഡ് ഗേറ്റ്. Select odd man from the following. A and, B or, C NAND, D not. ഇതിനകത്ത് ഓഡ് മാൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻഡ് ഓർ നോട്ട് മൂന്നും ബേസിക് ഗേറ്റ്സ് ആണ്. നാൻഡ് യൂണിവേഴ്സൽ ഗേറ്റ് ആണ്. അപ്പോൾ നാൻഡ് ആണ് ആൻസർ. മൂന്ന്, output is low when both of inputs are high for A or B and C XOR D none of these. അതായത് ഇൻപുട്ട് രണ്ടും ഹൈ ആവുമ്പോൾ ഔട്ട്പുട്ട് ലോ ആവുന്ന ഗേറ്റ് ഏതാ? ഓറിന്റെ കേസിൽ ഇൻപുട്ട് രണ്ട് ഹൈ ആണെങ്കിൽ, അതായത് രണ്ടും 1 ആണെങ്കിൽ ഔട്ട്പുട്ടും 1 ആയിരിക്കും. അതുകൊണ്ട് ഹൈ ആണ്. നമുക്ക് വേണ്ടത് ഇൻപുട്ട് രണ്ട് ഹൈ ആവുമ്പോൾ ഔട്ട്പുട്ട് ലോ ആവണം. ഓറിന്റെ കേസിൽ ഇൻപുട്ട് 1 കൊടുത്ത ഔട്ട്പുട്ട് 1 തന്നെയാണ് കിട്ടുന്നത്, ഹൈ ആയിരിക്കും. പിന്നെ ആൻഡ് ആൻഡിന്റെ കേസിലും ഇൻപുട്ട് രണ്ടും ഹൈ ആണെങ്കിൽ ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും. ഇനി എക്സോറിന്റെ കേസിൽ ഇൻപുട്ട് 0 കൊടുക്കുമ്പോഴും 1 കൊടുക്കുമ്പോഴും ഔട്ട്പുട്ട് ലോ. ഇൻപുട്ട് 0 കൊടുക്കുമ്പോഴും ഇൻപുട്ട് 1 കൊടുക്കുമ്പോഴും ഔട്ട്പുട്ട് 0 ആയിരിക്കും. അതായത് എക്സോറിന്റെ കേസിലാണ് ഇൻപുട്ട് 1 കൊടുക്കുമ്പോൾ ഔട്ട്പുട്ട് 0 വരുന്നത്. അതായത് രണ്ട് ഇൻപുട്ട് ഹൈ കൊടുക്കുമ്പോൾ ഔട്ട്പുട്ട് ലോ വരുന്നത് എക്സോറിന്റെ കേസിലാണ്. ഓക്കെ, അപ്പോൾ ആൻസർ എക്സോർ ഗേറ്റ്. A galvanometer can be converted into voltmeter by a galvanometer can be converted into voltmeter by എങ്ങനെയാണ്? Connecting. Answer connecting larger resistance, in series. ഇനി
a galvanometer can be converted into ammeter by connecting a small resistance in parallel. Okay, അടുത്ത question. Which of the following quantity can be measured directly by CRO? Voltage, B. Resistance, C. Frequency, D. None of these. CRO വെച്ച് ഡയറക്റ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റുന്ന ഏതാണ്? ഓക്കെ, ഫ്രീക്വൻസി നമ്മൾ CROയ്ക്കകത്ത് ടൈം പീരീഡ് മെഷർ ചെയ്തിട്ടാണ് ഫ്രീക്വൻസി അതിൽ നിന്നാണ് കണ്ടുപിടിക്കുന്നത്. CRO ഉപയോഗിച്ച് ടൈം പീരീഡ് കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്നാണ് ഫ്രീക്വൻസി മെഷർ ചെയ്യുന്നത്. റെസിസ്റ്റൻസ് അങ്ങനെ മെഷർ ചെയ്യാറില്ല. അപ്പോൾ ആൻസർ വോൾട്ടേജ് ആണ്. CRO ഉപയോഗിച്ച് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ മെഷർ ചെയ്യുന്നത് വോൾട്ടേജ് ആണ്. ആൻസർ വോൾട്ടേജ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു കുറച്ച് വീഡിയോസ് ഞാൻ മൾട്ടിപ്പിൾ ചോയ്സിന് വേണ്ടി നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ.